എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. എല്ലാവരും ഈ ഒരു സീരീസ് കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പഠനമൊക്കെ എങ്ങനെ പോകുന്നു? തെറ്റിയിട്ടുള്ള പോർഷൻ ഒക്കെ എല്ലാവരും ക്ലിയർ ആക്കി മുന്നോട്ട് വരുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോഴേക്കും നിങ്ങളുടെ ആൻസർ മൈൻഡിലേക്ക് വരട്ടെ. എന്നിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഫസ്റ്റ് വൺ, use a right gerund. His dash early in the morning helped him score well. എന്താണ് പറയാവോ? ഹിസ് ഡാഷ് ഏർലി ഇൻ ദി മോർണിംഗ് ഹെൽപ്ഡ് ഹിം സ്കോർ വെൽ. ആൻസർ ഓപ്ഷൻ സി ആണ്, റൈസിംഗ് ആണ്. ഓക്കെ, ഹിസ് റൈസിംഗ് ഏർലി ഇൻ ദി മോർണിംഗ് ഹെൽപ്ഡ് ഹിം സ്കോർ വെൽ. എങ്ങനെ നമുക്ക് ഈ റൈസിംഗ് എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിയത്? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ ഹിസ് എന്ന് പറയുന്നത് എന്താ? പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, പൊസസീവ് അഡ്ജക്റ്റീവിൽ വരുന്ന കുറച്ചധികം വാക്കുകളുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? ഹിസ്, ഹെർ, ദെയർ, അവർ, യുവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിസ്, ഹെർ, ദെയർ, അവർ, യുവർ കേട്ടോ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പൊസസീവ് അഡ്ജക്റ്റീവിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജെറന്റ് ആണ്. അതായത് ING ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. ഇവിടെ കണ്ടോ, റൈസിങ് ING ഇല്ലേ? അപ്പോ ഈ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, വളരെ സിമ്പിൾ ആണ്, ഇതേപോലത്തെയുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, പൊസീവ് അഡ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ജെറന്റ് ആണ്. ഹിസ്, ഹെർ, ദെയർ, അവർ, യുവർ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ജെറന്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആരും തെറ്റിക്കരുത്, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Select the phrase from the sentence that contains an infinitive. ഇൻഫിനിറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. She went to the store to get some bread. ഇതിനകത്ത് ഏതാണ് ഇൻഫിനിറ്റീവ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പറയാവോ ഏതാണ് ഇൻഫിനിറ്റീവ് ആയിട്ട് വരിക? ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാല് 2+V1 ഫോം ഉണ്ട് അല്ലെ? 2 ഇൻഫിനിറ്റീവ് എന്ന് പറയും. 2+V1 ഫോം. അതേപോലെ തന്നെ ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ട്, അതായത് 2 ചേർക്കാണ്ട് വരുന്ന ബേസ് ഫോം. ഇതിനകത്ത് ഏതാണുള്ള ഇൻഫിനിറ്റീവ് ആയിട്ട്? 2+V1 ഫോം. വേഗം നോക്കിയിട്ട് പറഞ്ഞ ആൻസർ. ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ശരിയല്ലേ? അതായത് 2+V1 ഫോം വരുന്ന ടു ഗെറ്റ്. ഗെറ്റ് എന്ന് പറയുന്ന V1 ഫോം ആണ് അല്ലെ? ഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഗോട്ട് ആണ്. അപ്പൊ 2+V1 ഫോം വന്നിട്ടുള്ളത് ഓപ്ഷൻ എയിലാണ്. ഇതും സിമ്പിൾ ആയിട്ടുള്ള. ഓക്കെ, ഇനി അടുത്ത choose the correct form of the auxiliary verb that agrees with the subject. Okay, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. The information provided to you dash wrong. Okay, information provided to you dash wrong. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വേഗം ആൻസർ എല്ലാവരുടെയും മൈൻഡിലേക്ക് വരട്ടെ. ഞാനിപ്പോ ആൻസർ പറയാൻ പോവാണ്. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി വാസ് ആണ് നമ്മുടെ ആൻസർ അല്ലെ? ഓപ്ഷൻ ബി വാസ് ആണ് ആൻസർ ആയിട്ട് വരിക. എങ്ങനെയാ മനസ്സിലായേ? ദ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ ഓൾവേസ് വി ഹാവ് ടു യൂസ് സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോ ഇൻഫോർമേഷൻ മാത്രമല്ല, നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബാക്കി കുറച്ച് വാക്കുകളും കൂടി ഉണ്ട്. ഇൻഫോർമേഷൻ, സീനറി, പിന്നെ മെഷീനറി, എക്യുപ്മെന്റ്, മണി. അപ്പോ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നു കഴിയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ബഗേജ്, ലഗേജ്, നമ്മള് കോൺകോർഡ് സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ നമ്മുടെ 4 ഓപ്ഷൻസ് ഇവിടെ നോക്കിയേ. വേർ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ് അല്ലെ? ആർ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. ഹാവ് ബീൻ, ഹാവ് എന്നൊക്കെ പറഞ്ഞാൽ പ്ലൂറൽ ആണ്, പ്ലൂറൽ വെർബാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഈ 4 ഓപ്ഷനെയും നമുക്ക് വേണമെങ്കിൽ എന്താ ഓഡ്മൻ ഔട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാം കേട്ടോ. വോസ് ആണ് വരിക അല്ലെ? വോസ് മാത്രമാണ് സിംഗുലർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കണു. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അൺകൗണ്ടബിൾ നൗണിന് ശേഷം വി ഹാവ് ടു യൂസ് സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. കൗണ്ടബിൾ നൗണിന് ശേഷം പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി റൈറ്റ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. I am good dash lawn tennis. Okay, I am good dash lawn tennis. എന്തായിരിക്കും നമ്മുടെ ആൻസർ? ആൻസർ പോരട്ടെ. I am good at lawn tennis അല്ലെ? അറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് നമ്മുടെ PSCയുടെ PYQ ആണ്. ഗുഡ് അറ്റ് നമ്മൾ പറയും അല്ലെ? I am good at mathematics, I am good at physics അല്ലെ? അപ്പോ
എപ്പോഴും ഗുഡ് അറ്റ് അല്ല, നമുക്ക് വേണമെങ്കിൽ ഗുഡ് ടു യൂസ് ചെയ്യാം അല്ലെ. മിൽക്ക് ഇസ് ഗുഡ് ടു ഡ്രിങ്ക് എന്നാണ് പറയാ, ഗുഡ് ടു ഡ്രിങ്ക്. ഓക്കെ, അതേസമയം എന്തിനെങ്കിലുമൊക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ഗുഡ് അറ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വന്നിട്ടുള്ളത്? ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്. ഐ എം ഗുഡ് അറ്റ് ലോൺ ടെന്നീസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഈ 4 ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിരുന്നു, നമ്മുടെ PSCയുടെ PYQ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ആൻ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദി സെന്റൻസ് ഇൻ ട്രാൻസ്ഫോംഡ് വോയിസ്, ആക്റ്റീവ് ഓർ പാസീവ് കേട്ടോ. ഹി ഈസ് റൈറ്റിംഗ് ദി ബുക്ക്. ഈ കൊടുത്തിട്ടുള്ള സെന്റൻസിന്റെ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യണം അല്ലെ, വോയിസ് ചേഞ്ച് ചെയ്യണം. ഹി ഈസ് റൈറ്റിംഗ് ദ ബുക്ക്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇതെന്താ, ആക്റ്റീവ് വോയിസ് ആണ് നമുക്കറിയാം അല്ലെ. ഹി ഈസ് റൈറ്റിംഗ് ദി ബുക്ക് കാരണം ആക്റ്റീവ് ആണ്, കാരണം എന്താ, പാസീവിനകത്ത് എപ്പോഴും V3 ഫോം ഉണ്ടാവും, ശരിയല്ലേ. അപ്പൊ ഇതെന്തായാലും ആക്റ്റീവ് വോയിസ് ആണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി ഇതിന്റെ പാസീവ് ഫോം എന്താന്നുള്ളത് വേഗം ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് പറഞ്ഞോളൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനില് ING ഉണ്ട് അല്ലെ. ING ഉണ്ടെങ്കിൽ പാസീവിൽ എന്തുണ്ടാവും, ബീയിങ് എന്നുള്ള വാക്ക് ഉണ്ടാവും. ഓക്കെ, ING ഉണ്ടെങ്കിൽ ബീയിങ്ങിനകത്തും കണ്ടോ ING ഫോം തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ബീയിങ് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അതിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം അല്ലെ. ആൻസർ ഇട്ട് ഓപ്ഷൻ ബി, ദ ബുക്ക് ഇസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. ഇപ്പോ ആക്റ്റീവിനെ പാസീവിലാക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിലേക്ക് വരണ്ടേ? ടെൻസ് മാറാൻ പാടില്ല എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കുക അല്ലെ. അതേപോലെ തന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റിനകത്ത് ദ ബുക്ക് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്, അതായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് ആൻസറിൽ വരിക. ദ ബുക്ക് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ടെൻസ് മാറാൻ പാടില്ല. ഓക്കെ, അപ്പോ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് ഉള്ള ആൻസർ തന്നെയായിരിക്കും വരിക. അതേപോലെ തന്നെ ING ഉണ്ടെങ്കിൽ ബീയിങ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യും. V3 ഫോം ഓഫ് ദി വെർബ് റൈറ്റ്, റോട്ട്, റിട്ടൺ അല്ലെ, റിട്ടൺ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി സെന്റൻസ് യൂസിങ് ദി റൈറ്റ് ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വൺ. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ഡാഷ് ടിൽ ടുമാറോ. എന്തായിരിക്കും ആൻസർ? വേഗം ആൻസർ പറട്ടെ. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് കിട്ടിയിട്ടുണ്ടാവും, PSC PYQ ആണ്, പുട്ട് ഓഫ് ആണ് അല്ലെ. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ഓഫ് ടിൽ ടുമാറോ. അപ്പോ പുട്ട് ഓഫിന്റെ മീനിങ് എന്താ, പോസ്റ്റ്പോൺ. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പോസ്റ്റ്പോൺ ചെയ്യാന്നുള്ള രീതിയിൽ വരേണ്ട ഫ്രേസൽ വെർബാണ് ചോദിച്ചിട്ടുള്ളത്, ദാറ്റ് ഈസ് പുട്ട് ഓഫ്. ഒരുപാട് തവണ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പുട്ട് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അല്ലെ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ, പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക, വെയർ ചെയ്യുക എന്നുള്ളതാണ് മീനിങ് ആയിട്ട് വരിക. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പഠിച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം, നെക്സ്റ്റ് വൺ. ബാക്കിയെല്ലാം നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം നമ്മൾ നമ്മുടെ വൊക്കാബുലറി ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, റീപ്ലേസ് ദി അണ്ടർലൈൻ ടെക്സ്റ്റ് വിത്ത് കറക്റ്റ് ഇഡിയംസ് ഓർ ഫ്രേസസ് ഗിവൺ ഇൻ ദി ഓപ്ഷൻസ്. The police officer left no stone unturned in his search for the serial killer. അപ്പൊ ഇതിനകത്ത് ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ്, അതിന്റെ ആ ഒരു ഇഡിയത്തിന്റെ മീനിങ് ഏതായിട്ട് വരും? ഒന്ന് വേഗം നോക്കിയിട്ട് പറഞ്ഞ ഏതായിരിക്കും വരിക? ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ്, ഇതിന്റെ ഈ ഒരു ഇഡിയത്തിന്റെ മീനിങ് ഇതിനകത്ത് ഏതായിട്ടായിരിക്കും വരിക? യെസ്, ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ട്രൈ എവറി പോസിബിൾ വേ ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. ട്രൈ എവറി പോസിബിൾ വേ. ദ പോലീസ് ഓഫീസർ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺ, ഒരു സ്റ്റോൺ പോലും ടേൺ ചെയ്യാത്തതില്ല എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം ചെയ്തു അല്ലെ. ഒരാളുടെ മാക്സിമം ചെയ്യുക, മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺ, ഇറ്റ് മീൻസ് ട്രൈ എവറി പോസിബിൾ വേ ആണ്. സോ നമ്മുടെ ആൻസർ എന്താ? നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ട്രൈ എവറി പോസിബിൾ വേ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ചൂസ് ദി കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഫോർ ദി ഗിവൺ സെന്റൻസ്. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഒക്കെ കാണുമ്പോൾ തന്നെ ചിലവർ അയ്യോ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഞാൻ തൊട്ടും കൂടി നോക്കിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡൽഹി ഈസ് ബാഡ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ എന്താക്കി മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ചൂസ് ദി കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഓക്കെ, കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഡിഗ്രി ഈസ് ബാഡ് ദാൻ മുംബൈ. അപ്പൊ ഇവിടെ ദാൻ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ ഈ ദാൻ ചേർക്കുന്ന എന്തിന്റെ കൂടെയാ? ഇതിന്റെ കൂടെയാ കമ്പാരിറ്റീവ് ഫോമിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കമ്പാരിറ്റീവ് ഫോം. നമുക്ക് നോക്കാം. ഈ വേഴ്സ്റ്റ് ദാൻ നമ്മൾ പറയോ? വേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ആണ് അല്ലെ. ബാഡ്
വേഴ്സ് വേഴ്സ്റ്റ് ആണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ബാഡ്, വേഴ്സ്, പിന്നെ വേഴ്സ്റ്റ്. ഇപ്പൊ സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറയുന്നത് വേഴ്സ്റ്റ് ആണ്. വേഴ്സ് എന്ന് പറയുന്നതാണ് അതിന്റെ കമ്പാരിറ്റീവ് ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ വേഴ്സ്റ്റ് ദാൻ നമ്മൾ പറയില്ല, ദാറ്റ് ഇസ് റോങ്. ഇനി അടുത്ത് നോക്കാം. ഡൽഹി ഈസ് ആസ് ബാഡ് ആസ് മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. ഓക്കെ, നമ്മുടെ അടുത്ത് കമ്പാരിറ്റീവ്, കറക്റ്റ് കമ്പാരിറ്റീവ് ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഡൽഹി ഈസ് മോർ ബാഡ് ദാൻ, നമ്മൾ ബാഡ് എന്നല്ല പറയാം, നമ്മൾ എന്താ യൂസ് ചെയ്യുക, വേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഇതിന് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇട്ട് ഡൽഹി ഈസ് വേഴ്സ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. ഒന്നുമില്ല ഇതിനകത്ത്. കമ്പാരിറ്റീവ് ഫോം നോക്കുക. ഏതാണ് കമ്പാരിറ്റീവ് ഫോം എന്ന് പറയുന്നത്? ദാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാണ് കമ്പാരിറ്റീവ് ഫോം എന്ന് പറയുന്നത്? വേഴ്സ് ആണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? ഡൽഹി ഈസ് വേഴ്സ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. ഓക്കെ, നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. Okay. Choose the best one-word substitute for the underlined phrase in the sentence. We have bought a new sewing machine that can easily be carried anywhere. Okay, we have bought a new sewing machine that can easily be carried anywhere. ഇപ്പൊ ഇവിടെ can easily be carried anywhere അതിന്റെ എന്താ പറയാ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എളുപ്പത്തിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒന്നിന് എന്താണ് പറയാ? വേഗം പറഞ്ഞോളൂ. ദാറ്റ് ഇസ് നോൺ ആസ് പോർട്ടബിൾ അല്ലെ. പോർട്ടബിൾ, പോർട്ട് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന, പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? പോർട്ടബിൾ എന്ന് പറയാ അല്ലെ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കൺഫ്യൂഷൻ വന്നോ? പോർട്ടബിൾ, പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് എന്ത് പറയാ? പോർട്ടബിൾ എന്ന് പറയാ അല്ലെ. പോർട്ടിൽ നിന്നാണ് കുടിക്കാന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കുക അല്ലെ. അപ്പൊ പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ? കുടിക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് പോർട്ടബിൾ എന്ന് പറയാ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 80th one. From the given options, choose the option that is the most opposite in meaning to the underlined word. The world must realize the futility of wars. Okay. അപ്പൊ ഇവിടെ ഫ്യൂട്ടിലിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. കാരണം ആദ്യം വായിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആണ് മൈൻഡിൽ ഉണ്ടാവും. പിന്നീട് നമ്മുടെ മൈൻഡ് നമ്മളെ ഒരു എക്സാം ടൈമിൽ ഇരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സോ ഫ്യൂട്ടിലിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ്, ആന്റണിയം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് വരിക? യൂസ്ഫുൾനെസ് ആണ് അല്ലെ. യൂസ്ഫുൾനെസ്. ഓക്കെ, ദ വേൾഡ് മസ്റ്റ് റിയലൈസ് ദി ഫ്യൂട്ടിലിറ്റി ഓഫ് വാർസ്. ഓക്കെ, അപ്പൊ അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്നത് യൂസ്ഫുൾനെസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് ചൂസ് ദി ഓപ്ഷൻ ദാറ്റ് ഇസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദി അണ്ടർലൈൻ വേർഡ്. The woman's husband tend to vituperate her when he drinks. വിറ്റുപ്പറേറ്റിന്റെ മീനിങ് ആയിട്ട് വരുന്ന വേർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വിറ്റുപ്പറേറ്റ് പറയാമോ? The woman's husband tends to vituperate her when he drinks. ആൻസർ ആയിട്ട് വരുന്നത് വിറ്റുപ്പറേറ്റ് എന്ന് പറഞ്ഞാല് ക്രിട്ടിസൈസ് ചെയ്യുക, കുറ്റപ്പെടുത്തുക, അബ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അബ്യൂസ് ചെയ്യുക. ഫസ്റ്റ് ഓർത്ത് വെക്കാം. ഇപ്പോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വിറ്റും പെറുക്കിയും നടക്കാന്ന് ഓർക്കുക കേട്ടോ. വിറ്റുപ്പറേറ്റ് എന്ന് പറയുമ്പോൾ വിറ്റ് പെറുക്കിയൊക്കെ നടക്കുകയാണ്. ലാവിഷൊക്കെ ആയിട്ട് എല്ലാം ദൂർത്തടിച്ച് ഇങ്ങനെ വിറ്റ് പെറുക്കിയൊക്കെ നടക്കുമ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ അബ്യൂസ് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. അപ്പൊ വിറ്റുപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിസൈസ് ചെയ്യുക, സ്കോൾഡ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, അബ്യൂസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അത് പഠിച്ചു വെച്ചേക്കുക. ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് കേട്ടോ. SSC ലെവലിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ the woman's husband tend to vituperate her when he drinks. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ്, അബ്യൂസ് ആണ്. ഇനി എപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്രൈസ്, ഇവാലുവേറ്റ് ചെയ്യുക കേട്ടോ. ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് എപ്രൈസ്. എപ്രൈസിന് അതൊരു പ്രൈസ് ഉണ്ട് അല്ലെ, പുകഴ്ത്തുക. നമ്മളെ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും ആൾക്കാർ നമ്മളെ ഒന്ന് പുകഴ്ത്തുന്നേ എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. അപ്പൊ എപ്രൈസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇവാലുവേറ്റ് ചെയ്യുക. കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ അറിയാലോ. അപ്രിഷിയേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാലോ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Fill in the blanks with appropriate words given in the option so that the sentence appears to be in the correct form of tense. നമ്മൾ കറക്റ്റ് ഫോം ഓഫ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്തത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. The flight dashed before we reached the airport. ഞങ്ങൾ എയർപോർട്ടിൽ എത്തുന്നേക്കാളും മുമ്പ് ഫ്ലൈറ്റ് പോയിട്ടുണ്ടാവും അല്ലെ.
അപ്പോൾ ദ ഫ്ലൈറ്റ് വിൽ ഹാവ് ടേക്കൺ ഓഫ്. ഓക്കെ, ഫ്യൂച്ചറിലെ കാര്യമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഫ്യൂച്ചറിലെ കാര്യം ഉദ്ദേശിക്കുമ്പോൾ വി ഹാവ് ടു യൂസ് വാട്ട്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ദ ഫ്ലൈറ്റ് വിൽ ഹാവ് ടേക്കൺ ഓഫ് ബിഫോർ വി റീച്ച് ദി എയർപോർട്ട്. ഇത് പ്രസന്റ് ആണ്, പാസ്റ്റ് ടെൻസ് അല്ല കേട്ടോ. ബിഫോർ കാണുമ്പോഴൊക്കെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. നോക്കുക ടെൻസ് ഏതാന്നുള്ളത്. ബിഫോർ വി റീച്ച് ദി എയർപോർട്ട്, ഇത് പ്രസന്റ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, പ്രസന്റും ഫ്യൂച്ചറും തമ്മിൽ നമുക്ക് റിലേഷൻഷിപ്പ് പറയാം. ഓക്കെ, ഒരു സെന്റൻസിൽ ഒരു ഭാഗം പ്രസന്റ് ആണെങ്കിൽ മറ്റേ ഭാഗം ഫ്യൂച്ചറിൽ നമുക്ക് പറയാം. പ്രസന്റിലും ഫ്യൂച്ചറും തമ്മിൽ റിലേഷൻ ഉണ്ട്, അതേസമയം പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ റിലേഷൻ ഇല്ല കേട്ടോ. അപ്പൊ ഇവിടെ പ്രസന്റ് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ആൻസർ അവിടെ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ കൂടെ പാസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ ദ ഫ്ലൈറ്റ് വിൽ ഹാവ് ടേക്കൺ ഓഫ് ബിഫോർ വി റീച്ച് ദി എയർപോർട്ട് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? ഇതിൽ ഏതാണ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേഗം പറഞ്ഞോളൂ ആൻസർ. യെസ്, ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, ട്രെസ്പാസ് ആണ്. നമ്മുടെ അനുവാദം ഇല്ലാണ്ട് നമ്മുടെ ഏരിയയിൽ വരിക അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ കയറുകയാണ് എന്ത് പറയാ? ട്രെസ്പാസ് എന്ന് പറയാം. ഓക്കെ, സോ അതിന്റെ സ്പെല്ലിംഗ് നോക്കുക. TRESPASS. ഇവിടെ രണ്ട് പാസിന്റെ PASS ഉണ്ട്, പക്ഷെ ഇവിടെ ട്രെസ് എന്ന് പറയുമ്പോൾ ഒരു എസ് ഉള്ളൂ കേട്ടോ. ട്രെസ്പാസ്. ഓക്കെ, എഴുതി പഠിച്ചേക്ക. TRESPASS, ട്രെസ്പാസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു വേർഡ് ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പഠിച്ചേക്കുക. നെക്സ്റ്റ് ഇസ് ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹി ഈസ് നെവർ ലേറ്റ് ഫോർ ദി ക്ലാസ്സസ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ഹി ഈസ് നെവർ ലേറ്റ് ഫോർ ദി ക്ലാസ്സസ്. അപ്പോൾ ഇവിടെ ആദ്യം എന്താ നോക്കണ്ടേ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതായി തന്നെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? ഹീസ് നെവർ എന്ന് കാണുമ്പോൾ നമുക്കറിയാം അത് നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് വേണം നമ്മൾ ഫ്രെയിം ചെയ്യാനായിട്ട്. എസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, എസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ എസ് തന്നെ യൂസ് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എസ് തന്നെയാണ്. എസ്, ഹി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു, പക്ഷെ എന്നാലും ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യണം. ചിലവര് നെവർ കാണില്ല, എന്നിട്ട് ഇസ് ഹി എന്നുള്ള ആൻസറിലേക്കൊക്കെ പോകും. അപ്പോൾ എക്സാം ടൈമിൽ പ്രത്യേകം ശ്രദ്ധിച്ച് നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ സിനോണിം ആണോ ആന്റണിം ആണോ ഓപ്പോസിറ്റ് ആണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഫെമിനൈൻ ഫോം ഓഫ് ഹോഴ്സ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ഹോഴ്സിന്റെ ഫെമിനൈൻ അടുത്തതാണ്. ഇതേപോലെയൊക്കെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഫെമിനൈൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹോഴ്സിന്റെ ഫെമിനൈൻ ഫോം എന്താ? മേയർ ആണ് അല്ലെ. മേയറിന്റെ ആണ് ഫെമിനൈൻ ഫോം. കോൾട്ട് നമ്മൾ എന്താ മസ്കുലർ ആയിട്ട് പറയുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്, മേയർ ആണ്. നെക്സ്റ്റ് വൺ. ഫിൽ ദി ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിതെല്ലാം നമ്മുടെ വൊക്കാബുലറിയുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. അതിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് വൊക്കാബുലറി ക്ലാസ്സുകൾ കാണാം. The farmer moved his dash of cows to higher ground to avoid the flood. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അപ്പൊ ഇവിടെ നമ്മള് ഡാഷ് ഓഫ് കൗസിന്റെ കളക്റ്റീവ് നൗൺ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ കൗസിന്റെ എന്താ നമ്മൾ പറയാ? ഇറ്റ്സ് ഓപ്ഷൻ ഡി, ഹേർഡ് ഓഫ് കൗസ് ആണ് അല്ലെ. ഹേർഡ് ഓഫ് കൗസ്. ദ ഫാർമർ മൂവ്ഡ് ഹിസ് ഹേർഡ് ഓഫ് കൗസ് ടു ഹയർ ഗ്രൗണ്ട് ടു അവോയ്ഡ് ദി ഫ്ലഡ് ആണ് കേട്ടോ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ഇൻഡയറക്ട് സ്പീച്ച് ഫോർ ദി ഫോളോയിങ് സെന്റൻസ്. അപ്പൊ നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ച്, അതുപോലെ തന്നെ ആക്റ്റീവ് പാസീവ്, പ്രപ്പോസിഷൻ, ക്വസ്റ്റ്യൻ ടാഗ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഹി സെഡ്, ഓ ഇറ്റ്സ് എ ബാഡ് വെതർ, ഐ കാൻ ഡ്രൈവ്. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള സെന്റൻസിന്റെ ഇൻഡയറക്ട് സ്പീച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ നോക്കേണ്ടത് റിപ്പോർട്ടിംഗ് വെർബിനെ നോക്കുക. റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതേപോലെയുള്ള ആൾക്കാരുണ്ടാവും. സെഡ്, സേ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് കേട്ടോ റിപ്പോർട്ടിംഗ് വെർബ്. ഓക്കെ, അപ്പൊ നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് അല്ലെ. അപ്പോ നമ്മുടെ ആൻസറിൽ അല്ലെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ചിലും പാസ്റ്റ് തന്നെയായിരിക്കും വരിക, പ്രസന്റ് വരില്ല. ശരിയല്ലേ? അപ്പൊ നമുക്ക് പാസ്റ്റിലുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സ്ക്ലെയിംഡ് ശരിയാണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഇ ഡി ഉണ്ട് അല്ലെ. എക്സ്ക്ലെയിംഡ്. ഓക്കെ, ഇനി നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഹി എക്സ്ക്ലെയിംസ് വിത്ത് സോറോ അല്ലെ. എക്സ്ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞു റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണെങ്കിൽ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റ് തന്നെ വരണം. അപ്പൊ എക്സ്ക്ലെയിംസ് എന്ന് പറയാൻ പറ്റുമോ?
ഇല്ല അല്ലെ, തെറ്റാണ്, കാരണം അത് പ്രസന്റ് ആണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഒരു ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്തു കേട്ടോ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണം. ഒരു ഓപ്ഷൻ നമ്മൾ കളഞ്ഞു, ഓപ്ഷൻ ഡി അല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി നോക്കാം. ഓ ഇറ്റ്സ് എ ബാഡ് വെതർ. ഓക്കെ, ഇറ്റ് ഇസ് എ ബാഡ് വെതർ. ഇസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇസ് നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോ എന്തായിട്ട് മാറും? ഇസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വാസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് വീണ്ടും നോക്കാം. വാസ് ഉള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ വാസ് ഉണ്ട്, വാസ്, വാസ്. ഓക്കെ, അപ്പൊ ഈ 3 ഓപ്ഷനിൽ വാസ് ഉണ്ട്. വീണ്ടും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല അല്ലെ, 3 സ്ഥലത്തും ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇറ്റ് വാസ് എ ബാഡ് വെതർ. ഇനി അടുത്ത് നോക്കാം. ഐ കാണ്ട് ഡ്രൈവ്. ഈ കാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കാണ്ട് എന്ന് പറഞ്ഞാല് കനോട്ടിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ കാണ്ട് എന്ന് എഴുതുക. ഓക്കെ ഓക്കെ, അപ്പൊ ക്യാനിന്റെ കൂടെ നോട്ട് ചേർക്കുന്നതാണ് കാണ്ട് എന്ന് പറയുന്നത്. ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് എന്തായാലും നമ്മുടെ ആൻസറിൽ ഉണ്ടാവും അല്ലെ. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോ ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? കുഡ് ആണ്. അപ്പൊ ആ കുഡ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവേണ്ടതാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 ഓപ്ഷൻ നോക്കുമ്പോ എവിടെയാണ് കുഡ് അല്ലെങ്കിൽ കുഡിന്റെ കൂടെ നോട്ട് ചേർത്തിട്ടുള്ള കുഡിന്റ് വന്നിട്ടുള്ളേ? ദാറ്റ് ഇസ് ആൻ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? ഹി എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് എ ബാഡ് വെതർ ആൻഡ് ഹി കുഡന്റ് ഡ്രൈവ് ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 2 സെന്റൻസിലെയും നമ്മൾ ടെൻസ് മാറ്റണം അല്ലെ. ഇസ് എന്നുള്ളത് വാസാക്കുകയും ചെയ്യണം, അതേപോലെ തന്നെ ക്യാൻ അല്ലെങ്കിൽ കാണ്ട് എന്നുള്ളത് കുഡിന്റ് ആക്കുകയും ചെയ്യണം. ഓക്കെ, 2 സ്ഥലത്തും ഒരേപോലെ നമ്മൾ ടെൻസ് മാറ്റി കേട്ടോ. അപ്പൊ ഡയറക്ട് സ്പീച്ചിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചേഞ്ചസ് വരുത്തണം. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ നമ്മൾ ടെൻസ് മാറ്റണ്ട. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, കുഡിന് ശേഷം V1 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് V1 ഫോം ഓഫ് ദി വെർബ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഓ ഇറ്റ്സ് എ ബാഡ് വെതർ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സെഡ് പറയാണ്ട് എക്സ്ക്ലെയിംഡ് അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ വേർഡ്സുകൾ ചേർക്കും. ഓക്കെ, അടുത്ത് നോക്കാം. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ദോസ് ടാബ്ലറ്റ്സ് ആർ റിയലി ഡാഷ് മൈ ഹെഡേക്ക് ഇസ് മച്ച് ബെറ്റർ നൗ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദോസ് ടാബ്ലറ്റ്സ് ആർ റിയലി, വേഗം പറഞ്ഞോളൂ. യെസ്, ഇഫക്റ്റീവ് ആണ് അല്ലെ, വളരെ ഇഫക്റ്റീവ് ആണ്. മൈ ഹെഡേക്ക് ഇസ് മച്ച് ബെറ്റർ നൗ, എന്റെ ഹെഡേക്ക് കുറച്ച് ബെറ്റർ ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇഫക്റ്റീവ് ആണ്. എഫിഷ്യന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, കുറച്ചും കൂടെ എഫിഷ്യന്റ് ആണ് അല്ലെ, നല്ല രീതിയിൽ കേട്ടോ. ഇനി സെൻസിറ്റീവ് ആണ്. ഓക്കെ, വളരെ സെൻസിറ്റീവ് ആണെന്നൊക്കെ പറയില്ലേ. പിന്നെയുള്ളത് ഏതാ? എഫിക്കേഷ്യസ്. എഫിക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സിമിലർ ടു ഇഫക്റ്റീവ് ആണ്. ഓക്കെ, പക്ഷെ PSC ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ഇഫക്റ്റീവ് ആണ് കേട്ടോ. എഫിക്കേഷ്യസും സിമിലർ മീനിങ് ടു ഇഫക്റ്റീവ് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ്, ഇഫക്റ്റീവ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഔട്ട് ഓഫ് ദി 4 ഓപ്ഷൻസ്. വിയ മീഡിയ അല്ലെങ്കിൽ ത്രൂ മീഡിയ എന്ന മീനിങ് വരുന്ന വേർഡ് ഇതിനകത്ത് ഏതാണ്? ഏത് ഓപ്ഷൻ ആണ് ഈ ഒരു മീനിങ് വരുന്നത്? ഓക്കെ, വേഗം പറഞ്ഞോളൂ. ദാറ്റ് ഇസ് മിഡിൽ കോഴ്സ് അല്ലെ. മിഡിൽ കോഴ്സ് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, മിഡിൽ കോഴ്സ് ആണ്. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ്? ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ്? ഇപ്പൊ ഒരു ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്പാനിഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇതിന്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല അല്ലെ. ക്യാൻ യു സ്പീക്ക് സ്പാനിഷ് എന്ന് മതി, നോ ആർട്ടിക്കിൾ ആണ് ആൻസർ ആയിട്ട് വരിക. അതേസമയം ഇപ്പൊ സപ്പോസ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിന്റെ മുമ്പിൽ ദ ചേർത്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോ ദ ഇംഗ്ലീഷ് ലെഫ്റ്റ് ഇന്ത്യ ഇൻ 1947. സപ്പോസ് ഞാൻ ദ ചേർത്തു എന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താ? അവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ല, ഇംഗ്ലീഷുകാര് എന്നുള്ള മീനിങ് ആണ്. അതായത് അവിടുത്തെ ഇൻഹാബിറ്റൻസ് എന്നുള്ള മീനിങ് ആണ് നമ്മൾ ദ ചേർക്കുമ്പോൾ വരിക കേട്ടോ. അപ്പൊ ക്യാൻ യു സ്പീക്ക് ദ സ്പാനിഷ് എന്ന് പറഞ്ഞാൽ സ്പാനിഷുകാര് എന്നുള്ള മീനിങ് ആവും. അതല്ല വരണ്ടേ, ക്യാൻ യു സ്പീക്ക് സ്പാനിഷ് എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ദ ചേർക്കുമ്പോൾ അവിടുത്തെ ഇൻഹാബിറ്റൻസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, നമ്മുടെ ആർട്ടിക്കിൾസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കമന്റ്സ് ഒക്കെ കുറച്ച് കുറഞ്ഞുല്ലോ, എല്ലാവരും കമന്റ് ചെയ്യുക. സെഷൻ യൂസ്ഫുൾ ആവുന്നുണ്ടോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക.
അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ.